and welcome back to our long video after a long time. So festivals കഴിഞ്ഞു, travel കഴിഞ്ഞു, and അതുപോലെ തന്നെ അത്യാവശ്യം ടോക്സിൻസ് ഞാൻ വലിച്ചു കയറ്റിട്ടുണ്ട്. സോ ഇറ്റ്സ് ഹൈ ടൈം. എൻ്റെ ബോഡി ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുക, എന്നെ ഒന്ന് ഡീറ്റോക്സ് ചെയ്യൂ. സോ ഇന്ന് ഞാൻ ഹെഡ് ടു ടോ മാത്രമല്ല, ഇൻസൈഡ് ഔട്ട് ഫുൾ ബോഡി അങ്ങോട്ട് ഡീറ്റോക്സ് ചെയ്യാൻ പോവാണ്. സോ ഇന്നത്തെ ഫുൾ ഡേ എടുത്തും കൊണ്ട് നമ്മൾ പണ്ടാരടങ്ങും. സോ ഫോളോയിങ് അവർ ഹെഡ് ടു ടോ റൂൾ, ഐ എം സ്റ്റാർട്ടിങ് വിത്ത് മൈ തല. അപ്പൊ എപ്പോൾ ഡൈ ചെയ്യോ മമ്മി ഈ ഒരു ചീപ്പ യൂസ് ചെയ്യണം? കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലോ. അപ്പൊ എപ്പോഴാണ് എൻ്റെ മുടി ഡർട്ടി ആയിട്ടിരിക്കുന്നത്, ഈ ഒരു ചീപ്പാണ് ഞാൻ ആ സമയത്ത് യൂസ് ചെയ്യാറ്. കാരണം അല്ലെങ്കിലോ ക്ലീൻ അല്ല, എൻ്റെ തലയും ക്ലീൻ അല്ല, ചീപ്പും ക്ലീൻ. ഈ ഒരു നിമിഷം എൻ്റെ മുടി ഒട്ടുമേ കെയർ കിട്ടാണ്ട് ഇഗ്നോർഡ് പാർട്ട് ഓഫ് മൈ ബോഡി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് അത്യാവശ്യം ഡർട്ടി ആയിരുന്നത് കൊണ്ട് ഞാൻ ഒരു ദിവസം മുമ്പ് നോർമലി ഷാമ്പു വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. യെസ് നിങ്ങൾ വിചാരിക്കുന്ന അതേ ഷാമ്പു തന്നെ. അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം. ആർത്തി കാണിച്ചാലുണ്ടല്ലോ. ലുക്ക് അറ്റ് മൈ ചകിരിക്ക് കോമ്പറ്റീഷൻ കൊടുക്കണ ഹെയർ എൻഡ്സ്. ഇറ്റ്സ് ഹൈ ടൈം. എനിക്ക് മുടി മുറിക്കാനായിട്ടുള്ള മനസ്സ് വന്നു തുടങ്ങുന്നുണ്ട്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. ഹെയർ കട്ട് ചെയ്യട്ടെ. വായ തുറന്നിരുന്ന് എന്നെ നോക്കിയിരിക്കേണ്ട റൂട്ടീൻ അല്ല ഈ ഒരു ഡീറ്റോക്സ് റൂട്ടീൻ. എല്ലാവരും മാസത്തിൽ ഒരിക്കൽ ഫുൾ ബോഡി ഡീറ്റോക്സ് ചെയ്തിരിക്കണം. എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഹെയർ കെയർ പ്രോഡക്ട്സ്, ബോഡി കെയർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ഏക്കോളൂ. ഓൾറെഡി ടോക്സിൻസ് അടങ്ങി ഇരിപ്പുണ്ടെങ്കിൽ ആ ലെയറിൽ ഈ സംഭവങ്ങൾ പോയി ഇരിക്കൽ മാത്രമേ ഉള്ളൂ, ബോഡിയിലോട്ട് ഒരു എഫക്റ്റും കിട്ടില്ല. സോ ലെങ്ത്തിൽ ഞാൻ ഹോഹോബ ഓയിൽ അപ്ലൈ ചെയ്ത് ആൻഡ് സ്കാൽപ്പിൽ ആയുർവേദിക് ഓയിൽ അപ്ലൈ ചെയ്ത് ഇവിടെ ലൂസ് ബ്രേഡ് കെട്ടി വെച്ചിട്ട് ഞാൻ ബോഡി കെയറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ ഡ്രൈ ബ്രഷിംഗ് നിന്ന്. സോ ഗുഡ് സ്റ്റെപ്പ് ഗൈസ്, സോ ഗുഡ്. റഫ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അതിനെ സ്മൂത്ത് ആക്കാനായിട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എന്നും ചെയ്യാൻ ഞാൻ പറയില്ല, പക്ഷെ വൺസ് ഇൻ എ വീക്ക് സമയം എടുത്തും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഔട്ടർ സ്കിന്നിന് തന്നെയല്ല ഗൈസ്, ഇന്നർ ബോഡിക്കും ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പൊളി സംഭവമാണ് കേട്ടോ. ഞാൻ ആരും വിശ്വസിക്കില്ലട്ടോ. കാരണം ഞാൻ എൻ്റെ ടീനേജ് ടൈമിൽ എൻ്റെ വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടി വിയിൽ ഡിസ്നി ചാനലില്ല, അതിനകത്ത് ഏതൊരു പ്രോഗ്രാമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രൈ ബ്രഷിങ്ങിൻ്റെ കാര്യം കേട്ടോ. ഞാൻ യൂസ് ചെയ്തതായിരുന്നു. സ്കൂളിൽ നമ്മൾ ഷൂ പോളിഷ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവില്ല. യെസ്, പക്ഷേ സെയിം അല്ല. നിങ്ങൾ എന്തെന്ന് എന്നെ കുറിച്ച് വിചാരിച്ചു? ഞാൻ വേറെ മേടിച്ചു ഇതിന് വേണ്ടിയിട്ട്, പക്ഷെ അത് വളരെ റഫാണോ, അതും ഇതും വെവ്വേറാണ്. ആ സമയത്ത് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. സോ നല്ല സമയം എടുത്തും കൊണ്ട് സമാധാനമായിട്ട് ഡ്രൈ ബ്രഷിംഗ് ഒക്കെ ചെയ്തിട്ട് നൗ ഇറ്റ്സ് ഷവർ ടൈം. അപ്പം ഞാൻ ഇവിടെ ആദ്യം തന്നെ ഫേസ് വാഷ് നിന്നാൽ തുടങ്ങാം കേട്ടോ. കാരണം ഒരു അടിപൊളി മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫേസിൽ മാത്രമല്ല ബോഡിയിലും. ആൻഡ് വേറെ മാസ്ക് ഒക്കെയാണ്. സോ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല ആദ്യം ക്ലീൻ ചെയ്യണം, എന്നാലേ ആ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട വല്ല അർത്ഥമുള്ളൂ. അപ്പം ഞാൻ നോർമലി ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട്. ഇവിടെ സെറ്റാഫിൽൻ്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ജെന്റൽ ക്ലെൻസർ ആണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ ഓയിലി വെർഷനും കിട്ടും. ഞാൻ ടാഗ് ചെയ്തേക്കാം യൂസ് ചെയ്തേക്കണ എല്ലാ പ്രൊഡക്ട്സ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ഒരു ബാഗ്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാതും കിട്ടും. എന്നിട്ട് ഞാനിവിടെ ബോഡി വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സെൻഡ്വെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ടീ ട്രീ ബോഡി വാഷ്. അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ട എത്ര കുറഞ്ഞെന്നുള്ളത്. കാരണം ഇത് പൊള്ളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ബാക്ടീരിയൽ ഗ്രോത്ത് ആ ഒരു സാധനം, അല്ലെങ്കിൽ സ്വെറ്റ് സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് സംഭവം പൊളിയാണ്. ജിമ്മൊക്കെ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ബോഡി വാഷ് ഇതാണ്. അതിനകത്ത് ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ആഫ്രിക്കൻ ലൂഫയാണ്. ബിക്കോസ് ഇത് വളരെ റഫാണ് കേട്ടോ. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ദൂരെ നിന്നോ ഇത് യൂസ് ചെയ്യണ്ട, കാരണം ഇത് ഒടുക്കത്ത റഫാണ്. ബട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്, ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. എന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ 2-3 തവണ എന്തായാലും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് നന്നായിട്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണതാണ്. സോ ഡ്രൈ വെർഷനിൽ ഡ്രൈ ബ്രഷ് നന്നായിട്ട് റിമൂവ് ചെയ്യുക, എന്നിട്ട് വെറ്റ് വെർഷനിൽ ഈ ഒരു ലൂഫ നന്നായിട്ട് റിമൂവ് ചെയ്യണതാണ്. എന്നിട്ട് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഡിലീഷ്യസ്ലി സ്മെല്ലിയാണ് ഈ ഒരു ബോഡി മാസ്ക് ഇട്ടാ. സോ ഫോർ ദിസ് ഡീപ് ക്ലീനിങ് ഡീടോക്സിങ് സ്ക്രബ് ബോഡി മാസ്കിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതാണ് മുൾത്താനി മിട്ടി. എൻ്റെ അടുത്ത് സോളിഡ് ഫോം ഉണ്ട്, അത് 100% നാച്ചുറൽ ഫോം ആണ്. ആൻഡ് അത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിയിട്ടൊക്കെ ചെയ്യണം. അതിനുള്ള പേഷ്യൻസ് എനിക്കില്ല. എനിക്ക് ഇന്ന് എൻ്റെ മൈൻഡും കൂടെ ഡീടോക്സ് ചെയ്യണം, സമാധാനമായിട്ട് ചെയ്യണമെന്നാണ് താല്പര്യം. അപ്പോൾ ഈ ഒരു പൗഡറും 100% ഓർഗാനിക് തന്നെ, ജസ്റ്റ് പൗഡർ ഫോമിലാണെന്ന് മാത്രം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഫിൽറ്റർ കോഫി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തരിതരിപ്പിന് വേണ്ടി. അത് നന്നായിട്ട് സ്കിന്നിനെ ഡീടോക്സ് ഹെൽപ്പ് ചെയ്യണതാണ്. അതില്ലെങ്കിൽ നോ പ്രോബ്ലം, ടേക്ക് അരിപ്പൊടി അല്ലെങ്കിൽ റവ. നമുക്ക് ഇത്തിരി തരിതരിപ്പ് വേണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. മുൾത്താനി മിട്ടി പിന്നെ വേണം കേട്ടോ. അത് വെച്ചിട്ടാണ് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആവണത്. അതിനകത്തേക്ക് കുറച്ച് പുളിയൻ തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ കട്ട ഫോമിലായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതൽ ലിക്വിഡി ആവരുത്. സോ ദാറ്റ് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഐ എം ഓൾസോ ഷോയിങ് യു ഗൈസ് ഓൺ മൈ ഡമ്മി ആംപിറ്റ്സ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. ഈ ഒരു മാസ്ക് നമുക്ക് അണ്ടർ ആംസിലും യൂസ് ചെയ്യാം. കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് മസാജ് ചെയ്യുക.
എന്നിട്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അവിടെ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഫേസിലേക്ക് ചാർക്കോൾ മാസ്ക്. അപ്പോൾ ഈ ഒരു മാസ്ക് ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിൻ നിങ്ങൾ കണ്ടോട്ടെ. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഇത് നന്നായിട്ട് ഡീറ്റോക്സ് ചെയ്യണതാണ്. റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ലൂസനപ്പ് ആവണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൂസായിട്ട് വരും, പിന്നെ അത് ഡെയിലി ഫേസ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെത്താനായിട്ട് പോണതാണ് കേട്ടോ. ആൻഡ് സ്മെല്ലും നല്ല കുക്കുംബറി അലോവെറി അതുപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. സോ യെസ്, അപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് ഞാൻ വച്ചിട്ടുണ്ട്. ഇതേ കണ്ട കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡ്രൈ ആക്കാനായിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാനും പാടില്ല. പിന്നെ ഇത് ചെയ്തതൊക്കെ വെള്ളത്തിലായിപ്പോൾ നമ്മളുള്ള നല്ല നാച്ചുറൽ ഓയിലില്ല നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ളത്, അതൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അത് വലിച്ചെടുത്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെച്ചാൽ മതി. ഫാൻ്റെ അടിയിലൊന്നും ഇരിക്കാൻ പോകരുത്. എന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങോട്ട് വാഷ് ചെയ്ത് കളയാ, നോ, കുറച്ച് നനയ്ക്കുക, മസാജ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോക്സിൻസ് ഒക്കെ ഓൾറെഡി ആ മാസ്കുകളിലൊക്കെ വലിഞ്ഞിങ്ങനെ ഇരിപ്പുണ്ടാവും. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ വലിഞ്ഞ് പുറത്തേക്ക് പോകും. നന്നായിട്ട് വാഷ് ചെയ്ത്. ഇതിന് മുമ്പേ വേറെ ചാർക്കോൾ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പീൽ ഓഫ് മാസ്ക്, അത് വേറെ ലെവലാണ്. പക്ഷേ നോർമൽ ആയിട്ടുള്ള ചാർക്കോൾ മാസ്ക് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ സെൻസിറ്റീവ് സ്കിൻ സ്പെഷ്യലി ഫേസ് ഏരിയയിൽ അത് പറ്റാറില്ല. ആൻഡ് ഇതെനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയി തോന്നിയത് കാരണം നീറ്റലോ എരിയലോ ഒന്നുമില്ല, നന്നായിട്ട് പോൾസിനെയൊക്കെ ക്ലീനും ചെയ്യും. ഈ ഒരു നിമിഷം എൻ്റെ ഫേസ് ആൻഡ് ബോഡി സ്ക്വിക്കി ക്ലീൻ ആണ്. ബട്ട് ഹൗ കൻ ഐ സ്കിപ്പ് മൈ ലിപ് കെയർ? കാരണം അത്യാവശ്യം ഡെഡ് സ്കിൻ അവിടെയും കട്ട കൂടി നിൽപ്പുണ്ട്. അതിനുവേണ്ടി അഗൈൻ ഞാൻ സെയിം അതേ ഫിൽട്ടർ കോഫി, അതിലേക്ക് കുറച്ച് ഹണി, അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടർ കോഫിയുടെ പകരം റവ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാട്ടോ. ദ മെയിൻ തിങ് ഈസ് സ്ക്രബി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് വേണം. ബട്ട് മേക്ക് ഷുവർ ദ കൺസിസ്റ്റൻസി ഇതുപോലെ കട്ട കൂടിയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആർത്തി പുറത്തേക്ക് വന്ന് ഞാനൊന്ന് പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. വിവരം മാസ്ക് ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കാലം ഇട്ട് വരച്ചപ്പോൾ കാലം ഒന്നും കൂടെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ആയി. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുമ്പോൾ ലുക്ക് അറ്റ് മൈ പിങ്കി ലിപ്സ് എന്ന് പറഞ്ഞ് എന്നും ചെയ്യാൻ പോരുന്നിട്ട് ആർത്തി മുട്ടിട്ട് ആഴ്ചയിൽ 1 time. നൗ കംസ് ദ വെരി എക്സൈറ്റിംഗ് പാർട്ട് ഫോർ യു ഗൈസ്. എനിക്കറിയാം നിങ്ങളിങ്ങനെ ആർത്തി പണ്ടാറായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഈ ഒരു ഷാമ്പൂവിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരൊറ്റ സെൻറ്റൻസ് പറയാനുള്ളൂ, കണ്ണടച്ചു മേടിച്ചു. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് എന്തൊരു ഷാമ്പൂ ആണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം മുമ്പ് ഞാൻ നോർമലി ഷാമ്പൂ വെച്ച് കഴുകിയെന്ന് പറഞ്ഞില്ലേ, ഈ ഷാമ്പൂ ആയിരുന്നു. ഓയിലിംഗ് ഒന്നും ചെയ്യാണ്ട് ഈ ഷാമ്പൂ, അതും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് എൻ്റെ ഡാൻഡ്രഫും പോയി, അറ്റ് ദ സെയിം ടൈം മുടിയും ഡ്രൈ ആക്കിയില്ല. ഇത് എന്തൊരു സാധനമാണ് ബ്രോ, എന്തൊരു സാധനമാണ്. എൻ്റെ ഡാൻഡ്രഫ് ആക്ച്വലി ഒരു 80 to 90% കംപ്ലീറ്റ്ലി മാറി. ആൻഡ് ഈ ഒരു നിമിഷം ഞാൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് 100% തന്നെ ഡാൻഡ്രഫ് പോയിട്ട് റിയലി മാജിക്കൽ ഷാമ്പൂ. മുടിയെ ഒട്ടുമേ ഡ്രൈ ആക്കില്ല, ഇൻസ്റ്റെഡ് എൻ്റെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കേണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ട് ഫോർമുലയാണ്, ബട്ട് ദ ബെസ്റ്റ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ സോ ഫാർ. എൻ്റെ ആലം വിചാരിച്ച് ഞാൻ അവനെ മറന്നു. ലോകത്തെ ഏത് ഷവർ റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്താലും എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഇവരിൽ തന്നെയാണ് അവസാനിക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ബോഡിയുടെ ഇൻസൈഡ് ഔട്ട് ഡീടോക്സിന് വേണ്ടി ഞാൻ ടോഫു സാലഡാണ് കഴിക്കണത്. സോ ടേസ്റ്റി. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ്ലി 3-4 ദിവസം ലഞ്ച് ടൈമിൽ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വച്ചിട്ട് ശരിക്കും എൻ്റെ ബോഡിയുടെ ഉള്ള ടോക്സിൻസ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നേച്ചർ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. കഴിച്ച ഉടനെ ഞാൻ ഇവിടെ വന്നൊരു SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം അപ്ലൈ ചെയ്തിരിക്കാൻ പിങ്കി ലിപ്സ് ആയിട്ടിരിക്കില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. ബൈ ദ ബൈ ഹെയർ വാഷ് ചെയ്തപ്പോൾ കുറച്ച് ഷാമ്പു എൻ്റെ കണ്ണിൽ പോയതുകൊണ്ട് കേട്ടോ. എൻ്റെ കണ്ണിങ്ങനെ കുറച്ച് പുളിക്കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വെളിച്ചമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ സെൻസിറ്റിവിറ്റി വരുന്നുണ്ട്. അത് എൻ്റെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോകണം. അതുകൊണ്ടാട്ടോ അലോവേറ ജെല്ലൊക്കെ അപ്ലൈ ചെയ്തേക്കണത്. കാരണം എൻ്റെ വീട്ടിൻ്റെ കോൾഡ് വാക്സ് സ്ട്രിപ്സ് തീർന്നു. ഞാൻ മറന്നു അതിനെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാൽ എനിക്ക് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ഐബ്രോസ് ഷേപ്പും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറേ നാളത്തേക്ക് ശേഷം ഞാൻ റിസ്ക് എടുത്തും കൊണ്ടാട്ടോ എൻ്റെ ഐബ്രോസിനെ റേസർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യണത്. ആക്ച്വലി റിസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാക്ടീസ് വിട്ടു. കുറേ നാളായിട്ട് ആ ഒരു വാക്സ് സ്ട്രിപ്പ് തന്നെയായിരുന്നല്ലോ എളുപ്പപ്പണിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ യെസ്, അപ്പോൾ ശ്രദ്ധിച്ചും കൊണ്ട് ഷേപ്പ് നശിപ്പിക്കാണ്ട് ഞാനിവിടെ ചെയ്തു. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട്, പൊട്ടൽ ലോട്ടറി അടിക്കണ പോലെ സക്സസ്ഫുൾ ആയിട്ട് നല്ല ഷേപ്പിൽ റെഡി ആയിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത്. ആൻഡ് ആക്കിനെ എൻ്റെ കുറച്ച് ബമ്പി ആയിട്ട് ഇരിപ്പുണ്ട്, ഫ്ലാറ്റൊന്നും ആയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ പിമ്പിളിൻ്റെ അടുത്ത് എത്തുമ്പോൾ പതുക്കെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഷേവ് ചെയ്തു കംപ്ലീറ്റ്ലി. എന്നിട്ട് ഞാൻ ഈ ഒരു സെറമൈഡ് അടങ്ങിയിട്ടുള്ള സ്കിൻ സെൻസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു ടോണർ പൊളിയാണ്. അപ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുത്തു. എന്നിട്ട് അഗെയിൻ ഞാൻ സെറമൈഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പിങ്കി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. എന്ത് രസമാണല്ലോ, എസ്തെറ്റിക്കും ആണ്, സ്കിന്നിനും പൊളിയാണ്. നെക്സ്റ്റ് ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഐ എം യൂസിങ് ദിസ് ജോയ് ഷിയ പ്രൊട്ടക്ട് മോയ്സ്ചറൈസർ. നല്ല ബോഡി ലോഷൻ ആണ് വെച്ചാൽ നല്ല സൂതിങ് സ്മെല്ലാണ്. പ്ലസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഐ ഗെസ് ഭയങ്കര അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം മണിക്കൂർ നിൽക്കുകയും ചെയ്യൂട്ടാ.
വർത്ത് ഇറ്റ് ഫോർ ദ പ്രൈസ്. ഐ മീൻ മനസ്സിലായി. അപ്പോൾ നന്നായിട്ട് ഞാൻ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് എൻ്റെ ബോഡി ഹെയർ ആൻഡ് ആം പിറ്റ്സ് അണ്ടർആംസിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയുള്ളൊരു ടൂൾ ഞാനിങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണുവാനുണ്ടായിരുന്നില്ല. ബിക്കോസ് വാക്സ് യൂസ് ചെയ്യാൻ ഈ ഒരു നിമിഷം എനിക്ക് പറ്റില്ല. ബിക്കോസ് എൻ്റെ അണ്ടർആംസിലെ ഹെയർ ഇപ്പം ഇവന് കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരിക്കും. നെക്സ്റ്റ് കുറച്ച് അവിടെ ഇവിടെ നെയിൽ പോളിഷ് പിടിച്ചിരിക്കില്ല. യെസ്, അതിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് ഗാലസ് ഒക്കെ റിമൂവ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ നല്ല ക്ലീൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഫുൾ ബോഡി മഹാ ഡീപ് ഡീറ്റോക്സ് റൂട്ടീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഫുൾ ബോഡി റൂട്ടീൻസ് കാണണമെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക കേട്ടോ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് വേഗം തന്നെ കാൽ ഷെയർ ചെയ്യണം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ.